ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 19 സംഗ്രഹം. പ്രചേതസ്സുകളുടെ കഥയാണ് ഈ ദശകത്തിൽ വിവരിച്ചിരിക്കുന്നത്. പൃഥു ചക്രവർത്തിയുടെ പൗത്രപുത്രനും ധാർമ്മികനും യാഗാദി കർമ്മങ്ങളിൽ തൽപരനുമായിരുന്ന പ്രാചീന ബർഹിസിന് സമുദ്രപുത്രിയായ ശതധൃതി എന്ന പത്നിയിൽ 10 പുത്രന്മാരുണ്ടായി. നിന്തിരുവടിയുടെ കാരുണ്യത്താൽ ഇവർ സൽപുത്രന്മാരായിരുന്നു. എല്ലാവർക്കും പ്രചേതസ് എന്നാണ് പേര്. പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കണമെന്ന അച്ഛൻ്റെ നിയോഗത്താൽ നിന്തിരുവടിയുടെ അനുഗ്രഹത്തിനായി തപസ്സു ചെയ്യാൻ ഒരുങ്ങി. പടിഞ്ഞാറേ സമുദ്രത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടെ വിശേഷപ്പെട്ട ഒരു താമരപ്പൊയ്ക കണ്ടു. ആ പൊയ്കയുടെ സമീപത്തിൽ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് ഭഗവാനെക്കുറിച്ചുള്ള രുദ്രഗീതമെന്ന സ്തോത്രം ഇവർക്ക് ഉപദേശിച്ചു. സമുദ്രക്കരയിൽ കണ്ട ഈ സരസ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തൊട്ടു വടക്കുള്ള തീർത്ഥക്കുളമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ പരമേശ്വരനാണത്രേ മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ രുദ്രഗീതം ജപിച്ചുകൊണ്ട് പ്രചേതസ്സുകൾ വെള്ളത്തിനുള്ളിൽ 10,000 സംവത്സരങ്ങൾ ഭഗവാനെ ഭജിച്ച് തപസ് ചെയ്തു. ആനന്ദസ്വരൂപനായ ഭഗവാനെ മനസ്സുകൊണ്ട് ആസ്വദിച്ച് സുഖിക്കുന്നതിലുള്ള താല്പര്യ നിമിത്തം കാലങ്ങൾ കടന്നുപോയതിവർ അറിഞ്ഞില്ല. യാഗങ്ങളിൽ മൃഗഹിംസ ചെയ്യുന്നതിൽ തൽപരനായിരുന്ന പ്രാചീന ബർഹിസ്സു കൂടെ ഇവരുടെ തപസ്സിനാൽ പരിശുദ്ധനാക്കപ്പെട്ടു. നാരദരുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ സാരൂപം പ്രാപിക്കുകയും ചെയ്തു. കാരുണ്യത്തിൻ്റെ ശക്തിയാൽ പ്രചേതസ്സുകളുടെ മുൻപിൽ ഗരുഡാരൂഢനായി നിന്തിരുവടി ഭഗവാൻ പ്രത്യക്ഷനായി വരവും നൽകി. നിങ്ങളുടെ സ്മരണ പോലും ജനങ്ങൾക്ക് ശ്രേയസ്സിനായി ഭവിക്കട്ടെ എന്ന് അനുഗ്രഹവും ഭഗവാൻ നൽകി. വൃക്ഷങ്ങളുടെ പുത്രിയായ മാരീഷയെ ഭാര്യയായി ലഭിച്ച് 10 ലക്ഷം സംവത്സരം സുഖമായി ജീവിക്കുവാൻ വരവും നൽകി. മാത്രമല്ല ദക്ഷൻ എന്ന ഒരു പുത്രനും ലഭിക്കും. ഉടൻ നിങ്ങൾ എന്നെ പ്രാപിക്കുമാറാകട്ടെ. ഇവർ ഒന്നും ചോദിക്കാതെ തന്നെ സന്തോഷത്തോടെ ഭഗവാൻ വരങ്ങൾ നൽകി. ഇതിനുശേഷം ഭ്രൂമണ്ഡലം മുഴുവൻ മൂടാൻ തുടങ്ങിയ മരങ്ങളെ പ്രചേതസ്സുകൾ കോപിച്ച് ദഹിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് തടഞ്ഞു. പ്രചേതസ്സുകളുടെ പുത്രപ്രാപ്തിയും മുക്തിയും തുടർന്ന് വിവരിക്കുന്നു. നാരദരിൽ നിന്ന് ആദ്യൽപജ്ഞാനം ലഭിച്ച് ഇവർ ഭഗവതൈക്യരൂപമായ മുക്തി അടയുകയും ചെയ്തു. ഗുരുവായൂരപ്പ, അപ്രകാരമുള്ള നിന്തിരുവടി എന്നെ രക്ഷിക്കണമേ. ഇതാണ് സംഗ്രഹം. നമോ ഭഗവതേ വാസുദേവായ.